ഹരി ഓം. ദശകം 68, ശ്ലോകം 5. വികരുണോ വനേ കൃഷ്ണ സംവിഹായ മാം അപഗതോസികാ കൃഷ്ണ ത്വാമിക സ്പൃശേത് ഇതി സരോഷയാ കൃഷ്ണ താവദേകയാ സജലലോചനം കൃഷ്ണ വീക്ഷിതോ ഭവാൻ. വികരുണഃ വനേ സംവിഹായ മാം. വികരുണോ വനേ സംവിഹായ മാം അപഗതഃ അസി അപഗതോസി കാ ത്വാം ഇഹ സ്പൃശേത് ത്വാമിഹ സ്പൃശേത് ഇതി സരോഷയാ ഇതി സരോഷയാ താവത് ഏകയാ താവദേകയാ സജലലോചനം സജലലോചനം വീക്ഷിതഃ ഭവാൻ വീക്ഷിതോ ഭവാൻ. വികരുണോ വനേ കൃഷ്ണ സംവിഹായ മാം അപഗതോസികാ കൃഷ്ണ ത്വാമിഹ സ്പൃശേത് ഇതി സരോഷയാ കൃഷ്ണ താവദേകയാ സജലലോചനം കൃഷ്ണ വീക്ഷിതോ ഭവാൻ. ശ്ലോകം 5 അന്വയവും അർത്ഥവും. ത്വം വികരുണഃ വനേ മാം സംവിഹായ അപഗതഃ അസി ഇഹ കാ ത്വാം സ്പൃശേത് ഇതി സരോഷയാ ഏകയാ സജലലോചനം താവത് ഭവാൻ വീക്ഷിതഃ. അടുത്ത് വേറൊരു ഗോപി പറയുകയാണ്. ത്വം വികരുണഃ വനേ മാം സംവിഹായ അപഗതഃ അസി. ത്വം അവിടുന്ന് വികരുണഃ നിർദ്ദയനായി വനേ ആ കൊടുങ്കാട്ടിൽ മാം എന്നെ സംവിഹായ അപഗതഃ അസി എന്നെ ഉപേക്ഷിച്ച് മറഞ്ഞു കളഞ്ഞില്ലേ, പരാതി പറയുകയാണ്. ഇഹ കാ ത്വാം സ്പൃശേത്. ഈ ലോകത്തിൽ ഏതൊരു സ്ത്രീയാണ് അങ്ങയെ സ്പർശിക്കുക? ഇങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയെ ആരെങ്കിലും സ്പർശിക്കുമോ? ഇതി സരോഷയ ഏകയ എന്ന അഭിപ്രായത്തോടെ സരോഷയ കോപം പൂണ്ട ഏകയ ഒരു ഗോപി. ഇതി സരോഷയ ഏകയ എന്ന അഭിപ്രായത്തോടെ കോപം പൂണ്ട ഒരു ഗോപി. എന്തഭിപ്രായത്തോടെ? ഈ ലോകത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ഏതൊരു സ്ത്രീയാണ് അങ്ങയെ സ്പർശിക്കുക എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ അഭിപ്രായത്തോടെ ആ കോപം പൂണ്ട ഒരു ഗോപി സജലലോചനം ആ വെള്ളം നിറഞ്ഞ കണ്ണുകളോടെ, സങ്കടത്തോടെയാണ് ഈ പരാതി ബോധിപ്പിക്കുന്നത്. ആ വെള്ളം നിറഞ്ഞ കണ്ണുകളോടെ താവത് ഭവാൻ വീക്ഷിതഃ അപ്പോൾ നിന്തിരുവടിയെ നോക്കി നിന്നു. ആ വെള്ളം നിറഞ്ഞ കണ്ണുകളോടെ അപ്പോൾ നിന്തിരുവടിയെ നോക്കി നിന്നു. സജലലോചനം താവത് ഭവാൻ വീക്ഷിതഃ. അപ്പോൾ ഈ സമയത്ത് നിർദ്ദയനായ അങ്ങ് കാട്ടിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് അപ്രത്യക്ഷനായില്ലേ. ഇങ്ങനെയുള്ള നിന്തിരുവടിയെ ലോകത്തിൽ ഏതൊരു സ്ത്രീയാണ് സ്പർശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രണയകോപം പൂണ്ട ഒരു ഗോപസുന്ദരി ആ വെള്ളം നിറഞ്ഞ കണ്ണുകളോടെ അങ്ങയെ നോക്കി നിന്നുവല്ലോ. വികരുണോ വനേ കൃഷ്ണ സംവിഹായ മാം അപഗതോസികാ കൃഷ്ണ ത്വാമിഹ സ്പൃശേത് ഇതി സരോഷയാ കൃഷ്ണ താവദേകയാ സജലലോചനം കൃഷ്ണ വീക്ഷിതോ ഭവാൻ.